നമുക്ക് ഒരു എത്തിക്സ് വേണം. നിന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നെ പറ്റിച്ചു കളയുന്ന ഒരു സംഭവം വന്നാലേ പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ സൂരജിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവുന്നു അല്ലെ. പക്ഷെ ഇന്നിപ്പോ നോക്കിക്കഴിഞ്ഞാൽ സിനിമാക്കാരിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂരജിന്റെ ഹൃദയത്തിൽ വാക്കുപാലിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു മനുഷ്യൻ എന്ന തരത്തിൽ എനിക്കൊരു ടോപ്പ് പൊസിഷൻ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? ഇല്ലെങ്കിൽ ബിഗ് ബോസിന്റെ 7 സീസണിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം 200-ലധികം മത്സരാർത്ഥികളെ എടുത്താലും അവര് ടോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ സൂരജിന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അതിലുണ്ട്. അത് ടോപ്പ് തന്നെ ഉണ്ടായിരിക്കും. 1ാം സ്ഥാനോ 2ാം സ്ഥാനോ ഞാനായിരിക്കും. അക്കാര്യം എനിക്കറിയാം. അപ്പൊ എനിക്കൊരു ചിന്തയുണ്ട്, ആ സ്ഥാനം സൂരജിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാനായിട്ട് തകർക്കാൻ പാടില്ല. ന്യൂ ഇയർ ഒക്കെ വരികയാണ്. പുതിയ അടുത്ത വർഷത്തെ പ്രതീക്ഷകൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ വലിയ പ്രതീക്ഷകളില്ല മോനെ. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം എങ്ങനെയാണ്? പ്രതീക്ഷ പോലെ തന്നെ ഹാപ്പിയാണ്. ഈ വർഷം ഞാനിപ്പോ ജാതകം, സമയം ഇതെല്ലാം നോക്കുന്ന ഒരാളാണ്. പക്ക ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യം കുറവാണ്. പക്ഷെ എനിക്ക് ദൈവിക സാന്നിധ്യം, ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു ടച്ചും ഒരു ഗ്രേസും ഒരു പ്രൊട്ടക്ഷനും എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ. അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ കൂടെ ചേർത്ത് നിർത്തുന്നവർക്കും അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. അത് ബൈബിളിൽ യേശുദേവൻ പറഞ്ഞത്, പാപികളോടും ദുഷ്ടന്മാരോടൊപ്പം കൂട്ടുകൂടിയാൽ അതിൻ്റെ ഫലം കിട്ടും, നന്മയുള്ളവരും പുണ്യാത്മാക്കളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഫ്ലോ ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ സമയം അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ് കാലൊടിഞ്ഞത്. ജസ്റ്റ് പടി ഇറങ്ങുമ്പോൾ സ്കിഡ് ചെയ്ത് ഞാൻ പോകുന്നു. 2 പൊട്ടൽ, ഒരു വലിയ ഒടിവിൻ്റെ അത്രയും. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ വെർട്ടിഗോ എന്ന് പറഞ്ഞ് എനിക്ക് തലയിറക്കം വന്നു. അപ്പൊ ഇതെല്ലാം ഈ ജാതകം പറയുന്ന അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്ന യൂട്യൂബേഴ്സിൽ ഞാൻ കുറെ എണ്ണം നോക്കും. എല്ലാം എടുക്കത്തില്ല, ഞാൻ സ്ക്രീൻ ചെയ്യും. ഇപ്പൊ എന്റെ മക്കൾക്ക് ദോഷം വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളില്ല, അത് ഞാൻ എന്തിനാ എടുക്കുന്നു? എന്റെ ഭാര്യയ്ക്ക് വേണ്ടത് മാത്രം ഞാൻ 3-4 പേരും പറയുന്നതിൽ കോമൺ ഏതെന്ന് എടുക്കും. അപ്പൊ അതിന് പറഞ്ഞിരുന്നു ഈ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇപ്പൊ കുറച്ച് മോശമാണ്, അപ്പൊ കുറച്ച് അസുഖം വരാണ്ട് സാധ്യതയുണ്ട്, രാത്രി ഡ്രൈവ് പാടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ഇത് കേൾക്കാതെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം രാത്രി ഡ്രൈവ് പോയി, ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നിന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടി പെട്ടെന്ന് പിടിച്ചു, എൻ്റെ ചെന്ന് ഇടിച്ചു. 25,000 രൂപയും പ്ലസ് 10,000 രൂപ, 35,000 രൂപ എനിക്ക് പോയി. അപ്പൊ ഞാനത് വിശ്വസിക്കുന്നു, കാരണം അനുഭവം വരുമ്പോഴല്ലേ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ എന്നാലും ദൈവം എന്നെ കൈവിടാതെ കർമ്മമേഖലയിൽ ഹാപ്പിയാണ്. അതെ, ദോഷം ഉള്ള സമയമാണെങ്കിലും എന്നെ വിഷമിപ്പിക്കാതെ എനിക്ക് കുറെയൊക്കെ വർക്കുകൾ തന്നു. അടുത്ത 2020 പറയുന്നത് ഞാൻ ഇന്നലെ വരെ വിതച്ച വിത്തുകൾ മുളക്കിയല്ലേ. ഇറങ്ങാനുള്ള സിനിമകളൊക്കെ മുളപ്പിച്ചിരിക്കുന്നത്. ഞാൻ നല്ല വിത്തുകളാണ് വിതച്ചിരിക്കുന്നത്. അപ്പൊ ആ വിത്തുകൾ വരും ദിവസങ്ങളിൽ മുളയ്ക്കുമെന്നും അത് നല്ല കായ്ഫലം തന്നെ തരുമെന്നും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.